നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് മഹാമാരി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതാവിന്റെയും അടുത്ത കൂട്ടുകാരന്റെയും ജീവൻ കവർന്നു. ദുഃഖം സഹിക്കാനാകാതെ യുവാവ് ട്രെയിനിന് മുമ്പിൽ ചാടി മരിച്ചു. ഈജിപ്ഷ്യൻ കുടുംബത്തിലെ 21-കാരനാണ് കടും കൈ ചെയ്തതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇയാളുടെ മാതാവ് ഒരു മാസം മുമ്പ് COVID-19 ബാധിച്ചു മരിച്ചിരുന്നു. അതിന് കുറച്ചുനാൾ മുമ്പ് ആത്മാർത്ഥ സുഹൃത്തിനെയും മഹാമാരി തട്ടിയെടുത്തു. ഈ രണ്ട് സംഭവത്തിനും ശേഷം യുവാവ് മാനസിക പിരിമുറുക്കം അനുഭവിച്ചിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. ജീവനെടുക്കുന്നതിന് മുമ്പ് യുവാവ് ഫേസ്ബുക്കിൽ വികാരതീവ്രമായ ഒരു പോസ്റ്റും പങ്കുവച്ചു. ഇതിങ്ങനെയാണ്: എന്നെക്കുറിച്ച് ഇനി ഒരിക്കലും നിങ്ങൾ എന്തെങ്കിലും വിവരം അറിഞ്ഞില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ട അമ്മേ, അങ്ങയുടെ മരണം എന്റെ ഹൃദയത്തെ പാടെ തകർത്തിരുന്നു. ഞാൻ ജീവിച്ചിരുന്നത് അങ്ങേക്ക് വേണ്ടി മാത്രമായിരുന്നല്ലോ. അമ്മയുടെ ഈ പെരുന്നാൾ സ്വർഗത്തിലാണെന്നറിയാം. നിത്യശാന്തി നേരുന്നു എന്നും യുവാവ് കുറിപ്പ് പങ്കുവയ്ക്കുകയായിരുന്നു. കുറിപ്പ് വായിച്ച് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കണ്ണീരടക്കാൻ സാധിച്ചിരുന്നില്ല. അതേസമയം UAE-യിൽ ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ കോവിഡ് നിരക്കാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1321 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇത് റംസാന് ശേഷം രോഗികൾ ഗണ്യമായി കുറയുന്നതിന്റെ സൂചനയാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു. 1302 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 3 പേർ മരിച്ചതോടെ ആകെ മരണം 1629 ആയി. ആകെ രോഗികൾ 5,44,931. രോഗമുക്തി നേടിയവർ 5,20,080. ചികിത്സയിൽ കഴിയുന്നവർ 18,222. വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരെന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും അധികൃതർ പറഞ്ഞു. UAE-യിൽ 1,61,182 പേർക്ക് കൂടി കോവിഡ് പരിശോധന നടത്തിയതോടെ ആകെ പരിശോധന 46.8 ദശലക്ഷമായതായി അധികൃതർ പറഞ്ഞു. രാജ്യവ്യാപകമായി പ്രതിരോധ കുത്തിവയ്പ് ശക്തമായി നടന്നു വരുന്നതായും അറിയിച്ചു. എല്ലാവരും സുരക്ഷാ മാനദണ്ഡം പാലിക്കുന്നതിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണം. ഇല്ലെങ്കിലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ പ്രയത്നത്തിന് വിലയില്ലാതായി പോകുമെന്ന് ആവർത്തിച്ചു വ്യക്തമാക്കുകയാണ് അധികൃതർ. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ദുബായ് കൺസ്യൂമർ ആപ്പ് വഴിയോ 6005455555 എന്ന നമ്പറിലോ consumerrights.ae എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചോ വിവരം അധികൃതരെ അറിയിക്കണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.